ലോകം കടുത്ത ആശങ്കയോടെയും ഭീതിയോടെയുമാണ് ഈ വാർത്ത കേൾക്കുന്നത്. വെറും 48 മണിക്കൂർ അതിനുള്ളിൽ ഇറാന് മുകളിൽ നരകം സൃഷ്ടിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അമേരിക്കയുടെ വലിയ സൈനിക നീക്കം ഇറാന് നേരെ ഉണ്ടായേക്കാം. പെർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ അമേരിക്ക ഇറാന് നൽകിയ 10 ദിവസത്തെ സമയപരിധി അവസാനിക്കുകയാണ്. ഇനി വെറും 48 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളതെന്നും അതിനുള്ളിൽ ഒരു തീരുമാനത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇറാനുമേൽ അമേരിക്കയുടെ സർവനാശം വിതയ്ക്കുന്ന ആക്രമണം ഉണ്ടാകുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. സമയം അവസാനിക്കുന്നു, 48 മണിക്കൂറിനുള്ളിൽ അവർക്ക് മേൽ നരകം വന്നിറങ്ങും എന്നാണ് ട്രംപ് കുറിച്ചത്. അമേരിക്കയുടെ ഈ കടുത്ത മുന്നറിയിപ്പിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. F-15E, A-10 എന്നീ 2 അമേരിക്കൻ ആക്രമണ വിമാനങ്ങളാണ് ഇറാന്റെ പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. തകർന്ന F-15E വിമാനത്തിലെ പൈലറ്റുമാരെ രക്ഷിക്കാനെത്തിയ 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ഈ സംഭവത്തിൽ 3 അമേരിക്കൻ വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് അപകടം സംഭവിച്ചു. ഇതിൽ 2 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും കാണാതായ 3ാമത്തെയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 2ാം ദിവസവും തുടരുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 10 ദിവസത്തേക്ക് അമേരിക്ക നിർത്തിവെച്ചിരുന്നു. ഇറാൻ വെടിനിർത്തലിനായി അപേക്ഷിച്ചുവെന്നും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് വരെ ഒരു കരാറും ഉണ്ടാകില്ല എന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞു. ചർച്ചകൾക്കുള്ള ഒരു സാധ്യതയുമില്ലെന്നും അവസാനം വരെ പോരാടുമെന്നും ഇറാൻ വ്യക്തമാക്കി. ട്രംപിന്റെ ഭീഷണികളെ ഇറാൻ പരസ്യമായി പരിഹസിക്കുകയാണ് ഇപ്പോൾ. ഇറാനെ ശിലായുഗത്തിലേക്ക് അയക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ 6000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തെ 250 വർഷം മാത്രം പഴക്കമുള്ള രാജ്യം ഭീഷണിപ്പെടുത്തുന്നത് ട്രംപിന്റെ ഹോളിവുഡ് വ്യാമോഹമാണെന്നാണ് ഒരു ഇറാനിയൻ കമാൻഡർ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ കരസേന ഇറാനിൽ എത്തിയാൽ അത് അവർക്ക് തന്നെ ശവപ്പറമ്പായി മാറുമെന്നും നരകത്തിലേക്ക് സ്വാഗതം എന്നും ഇറാന്റെ ഔദ്യോഗിക പത്രമായിട്ടുള്ള ടെഹ്റാൻ ടൈംസിൽ അവർ മുന്നറിയിപ്പ് നൽകി. കൂടാതെ അമേരിക്കയുടെ യുദ്ധതന്ത്രം ഭരണമാറ്റം എന്നതിൽ നിന്നും മാറി ആരെങ്കിലും ഞങ്ങളുടെ പൈലറ്റിനെ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ എന്ന ദയനീയ അവസ്ഥയിൽ എത്തിയെന്നും ഇറാൻ പരിഹസിച്ചു. ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോർവിളികൾ അതിന്റെ പരകോടിയിലാണ്. ഈ അടുത്ത 48 മണിക്കൂർ ഗൾഫ് മേഖലയ്ക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും തന്നെ നിർണായകമാണ്. അമേരിക്കയുടെ പ്രഹരം ഇറാന് താങ്ങാനാകുമോ അതോ ഇറാൻ തിരിച്ചടിക്കുമോ എന്ന് ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്.